ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ് കൊറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞു എന്താണ്, കേർവ് ഫിറ്റിംഗ് ആയിരുന്നു. ഒരു കേർവ് നമുക്ക് എങ്ങനെ ബെസ്റ്റ് ഫിറ്റ് ചെയ്യാമെന്നായിരുന്നു. നെക്സ്റ്റ് വരുന്നതാണത് കൊറിലേഷൻ ആൻഡ് റിഗ്രഷൻ. അപ്പോൾ ഈ കൊറിലേഷൻ റിഗ്രഷൻ എന്നതിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ, അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. എന്ത്, ഒരു സിംഗിൾ വേരിയബിൾസിൻ്റെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ സ്റ്റഡി നമ്മൾ പഠിച്ചത്, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഗ്രാഫ് ഏത് രൂപത്തിലായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. In the previous classes, we discussed the characteristic and shape of distributions of a single variable. Examples are mean, standard deviation and skewness of distribution of variables such as income, height, weight, etc. Mean, standard deviation, variance. ഇതിന് സാധനങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്ക്യൂനെസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയബിൾസ് സച്ച് ആസ് ഇൻകം, ഹൈറ്റ്, വെയിറ്റ്, ഇതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സിംഗിൾ വേരിയബിൾസിൻ്റെ. ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, വി ഷാൽ നൗ സ്റ്റഡി 2 or more, രണ്ടോ അതിൽ കൂടുതൽ വേരിയബിൾസ് സൈമൾട്ടേനിയസ്ലി ആൻഡ് ടു ഫൈൻഡ് ദി ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. രണ്ടോ അതിൽ കൂടുതലോ വരുന്ന വേരിയബിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. തമ്മിൽ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. അതായത് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ലൈക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഹൈറ്റ് ആൻഡ് വെയിറ്റ്, rainfall and yield of crops, price and demands, etc. Okay, then first ഇതിൽ വരുന്നതാണ് correlation. Correlation is a statistical measure for finding out degree or strength of association between 2 or more variables. അതായത് രണ്ടോ അതിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻസിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ മെഷർ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡിഗ്രി, അതിൻ്റെ സ്ട്രെങ്ത് ഡിഗ്രി എത്രത്തോളം ഉണ്ട് എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻ്റ് ആണെന്ത്, കോറിലേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, then 2 variables x and y are so related that movements or variation in one, say x, tend to be accompanied by the corresponding movements in the other y. Then x and y are said to be correlated. നമ്മൾ എന്തെടുത്തു, 2 വേരിയബിൾസ് എടുത്തു, എക്സും വൈയും. അത് തമ്മിലുള്ള വേരിയബിൾസ് അത് തമ്മിലുള്ള മൂവ്മെന്റ്സ് അല്ലെങ്കിൽ വേരിയേഷൻ നമ്മൾ ഒന്നിനനുസരിച്ച് മറ്റത് വേരി ചെയ്യും. അതായത് എക്സ് വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വൈ വേരി ചെയ്യുന്നു എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സും വൈയും സെഡ് ടു ബി കോറിലേറ്റഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ആ കോറിലേഷൻ ചിലപ്പം സെയിം ഡിറക്ഷനിലാവാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാവാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ദ മൂവ്മെന്റ്സ് മേ ബി ഇൻ ദി സെയിം ഡിറക്ഷൻ ഓർ ഇൻ ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ. മൂവ്മെന്റ്സ് സെയിം ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എയ്തർ ബോത്ത് എക്സും വൈ എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, രണ്ടും ഡിക്രീസ് ചെയ്യാം. ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മറ്റേത് ഡിക്രീസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെയാണ് മറ്റേ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ ഏതാണ് ഫസ്റ്റ് ഡിക്രീസ് ചെയ്തത് മറ്റേത് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പോകാം. ഒന്നുകിൽ ഇൻക്രീസ് ആവാം, ഡിക്രീസ് ആവാം. അങ്ങനെ രണ്ടും സെയിം ഡിറക്ഷൻ ആവാം, അല്ലെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, then correlation is said to be positive or negative according as those movements are in the same or in the opposite direction. സെയിം ഡിറക്ഷനോ ഓപ്പോസിറ്റ് ഡിറക്ഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയാൻ പറ്റും. രണ്ടും സെയിം ഡിറക്ഷനാണ്, പക്ഷെ ഇൻക്രീസിങ് ആണ് എങ്കിൽ നമുക്ക് എന്തെടുക്കാം, പോസിറ്റീവ് ഡിറക്ഷൻ ആയിരിക്കും. രണ്ടും നെഗറ്റീവ് ഡിറക്ഷനിലാണ്, ഡിക്രീസിങ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഒന്ന് ഇൻക്രീസിങ് ഒന്ന് ഡിക്രീസിങ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഡിറക്ഷൻ അത് നമുക്ക് അതായത് കൊറിലേഷൻ നെഗറ്റീവ് കൊറിലേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഇഫ് വൈ ഈസ് അൺഅഫക്റ്റഡ് ബൈ എനി ചേഞ്ച് ഇൻ എക്സ്, then x and y are said to be uncorrelated. അതായത് നമ്മൾ പറഞ്ഞു എക്സും വൈയും തമ്മിൽ എന്താണ് ഒരു വേരിയേഷൻ, ഒരു റിലേഷൻ എന്ന് പറഞ്ഞു. എക്സ് വേരി ചെയ്യുന്നതിനനുസരിച്ച് വൈ വേരി ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഇനി എന്ത് ചെയ്യാം, എക്സ് നമ്മൾ എടുത്തു, പക്ഷെ എക്സിനനുസരിച്ച് വൈയിലൊരു മാറ്റവും വരുന്നില്ല. എക്സിൽ വേരിയേഷൻ സംഭവിക്കുമ്പോൾ വൈയിലൊരു മാറ്റവും വരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് ആൻഡ് വൈ ആർ സെഡ് ടു ബി അൺകോറിലേറ്റഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ദ വേർഡ്സ് ഓഫ് എൽ ആർ കോർണർ. എല്ലാർ കോർണർ എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കൊറിലേഷൻ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് 2 or more quantities varies in sympathy so that movements in the one tend to be accompanied by the corresponding movements in the other, then they are said to be correlated. അതായത് ഒന്നിനനുസരിച്ച് മറ്റത് മാറാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് തമ്മിൽ കൊറിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, കൊറിലേഷൻ മേ ബി ലീനിയർ ഓർ നോൺ ലീനിയർ. കൊറിലേഷൻ ഉണ്ടാവാം, ലീനിയർ ആകാം അല്ലെങ്കിൽ നോൺ ലീനിയർ ആകാം. അപ്പൊ ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്. If the amount of variation in x bears a constant ratio to the corresponding amount of variation in the y, then the correlation between x and y is said to be linear. അതായത് എക്സും വൈയും തമ്മിലുള്ള കൊറിലേഷൻ എന്താണ്, അതിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത്, ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സും വൈയും ലീനിയർ കൊറിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. അതർവൈസ് ഇറ്റ് ഈസ് said to be നോൺ ലീനിയർ. അതിന്റെ റേഷ്യോ എന്താണ്, ഒരു കോൺസ്റ്റന്റ് അല്ല, മാറി കളിക്കുകയാണെങ്കിൽ അത് നോൺ ലീനിയർ കൊറിലേഷൻ എന്ന് പറയാൻ പറ്റും.
ഓക്കെ. ദെൻ കൊറിലേഷൻ കോഎഫിഷ്യന്റ് നമ്മൾ സ്മോൾ ലെറ്റർ ആർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. മെഷേഴ്സ് ദി ഡിഗ്രി ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് ലീനിയർ കൊറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പിന്റെ ഡിഗ്രി മെഷർ ചെയ്യുന്ന നമുക്ക് പറയാം കൊറിലേഷൻ കോഎഫിഷ്യന്റ് സ്മോൾ ലെറ്റർ ആർ അല്ലെങ്കിൽ ആർ എക്സ് വൈ നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ. ദെൻ ഈ കൊറിലേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറയുന്നുണ്ട് അല്ലെ, തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സും വൈയും തമ്മിൽ. അത് മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് എന്ത്? സ്കാറ്റർ ഡയഗ്രാം, സെക്കൻഡ് വൺ കോവേരിയൻസ് മെത്തേഡ് ഓർ കാൾ പിയേഴ്സൺ മെത്തേഡ്, തേർഡ് വൺ റാങ്ക് മെത്തേഡ്. ഓക്കെ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, സ്കാറ്റർ ഡയഗ്രാം. ഈ ഡയഗ്രാം നമുക്കറിയാം, ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫിക്കലി റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ നമുക്ക് എക്സും വൈ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്കലി നമ്മൾ എങ്ങനെ വാല്യൂസ് എടുക്കാം? എക്സിനനുസരിച്ച് വൈ വേരി ചെയ്യും നമുക്ക് പറയാൻ പറ്റും അല്ലെ. എക്സുകളുടെ വാല്യൂസും വൈകളുടെ വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫ് പേപ്പറിൽ നമ്മൾ എക്സിനും വൈക്കും കറസ്പോണ്ടിങ് നമ്മൾ പോയിന്റ്സ് ആക്കിയിട്ട് ഡോട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ മാർക്ക് ചെയ്ത് വെക്കുന്നു. അതേപോലെ തന്നെയാണ് സ്കാറ്റർ ഡയഗ്രാം കൊണ്ട് നമ്മൾ മീൻ ചെയ്തത്. ഓക്കെ. ദ എക്സിസ്റ്റൻസ് ഓഫ് കൊറിലേഷൻ ക്യാൻ ബി ഷോൺ ഗ്രാഫിക്കലി ബൈ മീൻസ് ഓഫ് എ സ്കാറ്റർ ഡയഗ്രാം. അപ്പോൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്തത്. All the pairs of values of x and y are shown by points or dots on the graph paper. This diagrammatic representation of bivariate data is known as scatter diagram. Bivariate data എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഡാറ്റാസ്, അതായത് എക്സും വൈയും നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ എക്സിനനുസരിച്ച് വൈനനുസരിച്ച് നമ്മൾ എന്ത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്കാറ്റർ ഡയഗ്രാം എന്ന് വിളിക്കും. Okay, scatter diagram of these points and also the direction of scatter reveals the nature and the strength of correlation between the two variables. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം നമുക്ക് അതിന്റെ നാച്ചർ, അത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ, അതിന്റെ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി നമുക്ക് ലീനിയർലി ഇൻക്രീസിംഗ് ആണോ ലീനിയർലി ഡിക്രീസിംഗ് ആണോ ഒക്കെ നമുക്ക് അതിന് പറയാൻ പറ്റും. സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, കുറച്ച് ഗ്രാഫ് നമ്മൾ സ്ക്രീനിൽ കാണാം അല്ലെ. ഫസ്റ്റ് വൺ നോക്കാം. ഒരു ഇൻക്രീസിംഗ് ആയിട്ട് നമുക്ക് ഒരു ഒറ്റ ലൈനിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഫിഗർ 1. ഫിഗർ 2 എന്താണ്? ഒറ്റ ലൈനിലാണ് പക്ഷെ താഴേക്ക് പോകുന്ന പോലെ തോന്നാം. ദെൻ തേർഡ് ഫിഗർ നോക്കാം, ഒരു ലൈനിലല്ല പക്ഷെ എല്ലാം എന്താണ്? ഇൻക്രീസിംഗ് ആയിട്ട് നമുക്ക് കാണാം. തേർഡ് വൺ, ഫോർത്ത് വൺ നോക്കാം, എല്ലാം ഒരു ലൈനിലാണ് പക്ഷെ ഡിക്രീസിംഗ് ആയിട്ട് കാണാം. ഫിഫ്ത്ത് വൺ നോക്കാം, സർക്കിൾ പോലെ അല്ലെ, രണ്ട് സർക്കിൾ പോലെ എന്താണ് ആദ്യത്തെ ഡോട്ട്സുകൾ വരുന്ന കാണാം. സിക്സ്ത് വൺ നോക്കാം, എല്ലാം എന്താണ്? സ്വാം രൂപത്തിൽ, ഒരു പരന്ന് കിടക്കുന്ന രൂപത്തിൽ നമുക്ക് കാണാം. ഇപ്പൊ ഫിഗർ 1, ഫിഗർ 2, ഫിഗർ 3, ഫിഗർ 4, ഫിഗർ 5, ഫിഗർ 6 എല്ലാം ഒന്ന് നോക്കുക. അതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഫിഗർ 1, ഫിഗർ 3, ദ മൂവ്മെന്റ്സ് ഓർ ദി വേരിയേഷൻ ഓഫ് ടു വേരിയബിൾസ് ആൻഡ് ഇൻ ദി സെയിം ഡിറക്ഷൻ അല്ലെ, ആൻഡ് ദി സ്കാറ്റർ ഡയഗ്രാം ഷോൺ എ ലീനിയർ പാത്ത്, then this case correlation is called positive or direct. അത് ഫിഗർ 1ഉം ഫിഗർ 3 എന്താണ്? എല്ലാം ഒരു ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, എല്ലാം എന്താണ്? ഇൻക്രീസിംഗ് ആയിട്ട് നമുക്ക് കാണാം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പോസിറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് കോറിലേഷൻ. ദെൻ ഫിഗർ 2ഉം ഫിഗർ 4 നോക്കാം. ഫിഗർ 2 ആൻഡ് ഫിഗർ 4 എല്ലാം എന്താണ്? എല്ലാം ഒരു ഡിറക്ഷനാണ് പക്ഷെ ഡിക്രീസിംഗ് ആണ് അല്ലെ. അപ്പൊ ഫിഗർ 2ഉം ഫിഗർ 4 എന്തായിരിക്കും? നെഗറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോറിലേഷൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ദെൻ ഫിഗർ 5ഉം ഫിഗർ 6 നോക്കാം. ഫിഗർ 5ഉം ഫിഗർ 6 എന്താണ്? ഒരു സെയിം ഡിറക്ഷൻ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഒന്ന് സർക്കിൾ രൂപത്തിലും ഒന്ന് സ്വാം രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് ഷോവിങ് എനി ലീനിയർ പാത്ത് ഇൻ ഫിഗർ 5, ഫിഗർ 6, that dots lies around a curve or a form a swan. In this case, correlation is very small and we can take r equal to 0. Correlation coefficient നമുക്ക് r equal to 0 ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി നോക്കാം, ഫിഗർ 1ഉം 2 എടുക്കാം. ഫിഗർ 1ലും 2ലും നോക്കുക, എന്താണ്? എല്ലാ ഡോട്ട്സും എന്താണ്? ഒരൊറ്റ ലൈനിൽ കിടക്കുന്ന കാണാം അല്ലെ. ഇൻ ഫിഗർ 1 and 2 all points lies on a straight line. In this case, correlation is perfect. അപ്പോൾ എല്ലാ ഡോട്ട്സും എന്താണ്? ഒരൊറ്റ ലൈനിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് പെർഫെക്റ്റ് കൊറിലേഷൻ എന്ന് വിളിക്കും. അവിടെ നമ്മൾ കൊറിലേഷൻ കോഎഫിഷ്യന്റ് r equal to -1 അല്ലെങ്കിൽ +1 ആയിട്ട് എടുക്കാൻ പറ്റും. അക്കോർഡിംഗ് ആസ് ദി കൊറിലേഷൻ ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് കൊറിലേഷൻ ആണെങ്കിൽ നമ്മൾ +1 എടുക്കാൻ പറ്റും. നെഗറ്റീവ് കൊറിലേഷൻ ആണെങ്കിൽ കൊറിലേഷൻ കോഎഫിഷ്യന്റ് r equal to -1 എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം സ്കാറ്റർ ഡയഗ്രാം അത്രേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് എന്താ മെത്തേഡാണ്? ദി കാൾ പിയേഴ്സൺ കൊറിലേഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, കോവേരിയൻസ് മെത്തേഡ്. അപ്പോൾ കോവേരിയൻസ് മെത്തേഡിൽ നമ്മൾ ഫസ്റ്റ് നോക്കാളെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക r suffix xy, rxy അല്ലെങ്കിൽ r ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. വിച്ച് ഈസ് ദി ക്വാണ്ടിറ്റി വിച്ച് മെഷേഴ്സ് ദി ഡിഗ്രി ഓർ എക്സ്റ്റെന്റ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. എക്സും വൈ നമ്മൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് മെഷർ ചെയ്യുന്നതാണ് എന്ത്? കോഎഫിഷ്യന്റ് ഓഫ് കോവേരിയൻസ് എന്ന് പറഞ്ഞു. ഓക്കെ. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, കോവേരിയൻസ് അല്ല, കോഎഫിഷ്യന്റ് ഓഫ് കോവേരിയൻസ്. അപ്പൊ അതിന് ഡെഫിനിഷൻ തന്നിട്ടുള്ള കാൾപിയേഴ്സും കൊടുത്തിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ rxy എന്ന് പറഞ്ഞാൽ സമ്മേഷൻ i equal to 1 to n xi minus x bar into yi minus y bar divided by n into sigma x into sigma y ആണ്.
ഇവിടെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീനാണ്, വൈ ബാർ പറഞ്ഞാൽ മീനാണ്. സിഗ്മ എക്സ് സിഗ്മ വൈ പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പൊ സിഗ്മ എക്സ് സ്ക്വയർ, അത് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വേരിയൻസ് ആയിരിക്കും. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് സിഗ്മ എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ സിഗ്മ എക്സ് പറഞ്ഞാൽ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സിഗ്മ വൈ പറഞ്ഞാൽ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ where xi's and yi's are the two sets of values of x and y respectively, and x bar, y bar, sigma x and sigma y are respectively the corresponding means and standard deviation. So x bar equal to, അതായത് mean equal to എന്താണ്? 1/n into summation xi ആണ്. y bar equal to 1/n into summation yi ആണ്. ദെൻ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട്. സിഗ്മ എക്സ് സ്ക്വയർ, അത് നമ്മളിവിടെ വേരിയൻസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. വേരിയൻസിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അപ്പം ഇവിടെ സിഗ്മ എക്സ് സ്ക്വയറും ഇവിടെ സിഗ്മ വൈ സ്ക്വയർ ആക്കി മാറ്റാം. ഓക്കെ, സിഗ്മ എക്സ് സ്ക്വയർ ഈക്വൽ എന്ത് വരും? 1/n into summation xi minus x bar square, ദാറ്റ്സ് ഈക്വൽ എന്താണ്? 1/n into summation xi square minus x bar the square. Sigma y is equal to 1/n into summation yi minus y bar the square equal to 1/n into summation yi square minus y bar square. അപ്പോൾ ഈ മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ വെച്ച് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, then definition: if x1 y1 x2 y2 etc xn yn be a n pairs of observation of two variables x and y, then the covariance of x and y, പുതിയ ടേമാണ് covariance, written as COV, covariance of xy is defined by covariance of xy equal to എന്താണ്? 1/n into summation I equal to 1 to n xi minus x bar into yi minus y bar ആണ്. ഇവിടെ covariance of xy എന്ന് പറഞ്ഞാൽ എന്താണ്? which indicate the joint variations between the two variables. എക്സും വൈയും തമ്മിലുള്ള ജോയിന്റ് വേരിയേഷൻസ് ആണ് എന്ത് പറഞ്ഞാൽ കോവേരിയൻസ് ഓഫ് എക്സ്. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്മ എക്സ് സ്ക്വയറും വേരിയൻസ് ഓഫ് വൈ സിഗ്മ വൈ സ്ക്വയർ ആണ്. അപ്പോൾ ജോയിന്റ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോവേരിയൻസ് ഓഫ് എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? 1/n into summation xi minus x bar into yi minus y bar ആണ്. ഓക്കെ, correlation coefficient or the coefficient of correlation R അല്ലെങ്കിൽ RXY between x and y is defined by RXY equal to covariance of xy by sigma x into sigma y. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ബോക്സിലാക്കി വെക്കാം. RXY equal to R equal അതായത് correlation coefficient അല്ലെങ്കിൽ coefficient of correlation equal to എന്താണ്? covariance of xy divided by sigma x into sigma y. ഇനി നമുക്ക് covariance of xy നമുക്ക് ഡിഫറെന്റ് ടേംസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. The formula for the correlation coefficient R may be written in different forms. ഫസ്റ്റ് വൺ നമ്മൾ എക്സ്ഐക്ക് പകരം സ്മോൾ ലെറ്റർ എക്സ് ഐ ആയിട്ട് നമ്മൾ എക്സ് ഐ മൈനസ് എക്സ് ബാറും സ്മോൾ ലെറ്റർ വൈ ആയിട്ട് നമ്മൾ വൈ ഐ മൈനസ് വൈ ബാർ എടുക്കാം. ദെൻ കൊറിലേഷൻ കോവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ആണ്. കൊവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 1/n into summation xi minus x bar into yi minus y bar ആണ്. ഈ xi minus x bar നമ്മൾ സ്മോൾ ലെറ്റർ എക്സ് ഐ ആയിട്ടും yi minus y bar നമ്മൾ സ്മോൾ ലെറ്റർ y ആയിട്ട് എടുത്തു. ദെൻ കൊവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ത് വരും? 1/n into summation സ്മോൾ ലെറ്റർ എക്സ് ഐ into സ്മോൾ ലെറ്റർ y ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ കൊവേരിയൻസ് ഓഫ് എക്സ് വൈക്ക് ആ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കൊവേരിയൻസ് ഓഫ് കോഎഫിഷ്യന്റ് എന്തായിട്ട് വരും? കോഎഫിഷ്യന്റ് കൊറിലേഷൻ എന്തായിട്ട് വരും? R equal to summation xi yi by n into sigma x into sigma വരും. സമ്മേഷൻ xi yi by n നമ്മൾ ഒന്നാക്കി എടുക്കുക. ദെൻ സിഗ്മ എക്സ് സിഗ്മ വൈ ആണ് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും വൈ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് രൂപത്തിൽ എഴുതാൻ പറ്റും? therefore സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും വൈ ആണ്. നമ്മൾ ക്യാപിറ്റൽ എക്സിന്റെ പകരം സ്മോൾ ലെറ്റർ എക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മളിവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ 1/n into summation xi minus x bar square. അപ്പോൾ ഈ xi minus x bar എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോൾ ലെറ്റർ എക്സ് ഐ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? സിഗ്മ എക്സ് സ്ക്വയർ ഈക്വൽ എന്ത് വരും? 1/n into summation xi സ്ക്വയർ ആയിട്ട് മാറും. ഇവിടെ സിഗ്മ വൈ സ്ക്വയർ എന്തായിട്ട് മാറും? 1/n into summation yi സ്ക്വയർ ആയിട്ട് മാറും. Therefore നമ്മളുടെ സിഗ്മ എക്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്വയർ റൂട്ട് ആണ്. അതെന്തായിട്ട് മാറും? സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ xi സ്ക്വയർ ബൈ n into സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ yi സ്ക്വയർ ബൈ n വരും. ദാറ്റ്സ് ഈക്വൽ ടു n ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് റൂട്ട് n പുറത്തെടുക്കുമ്പോൾ റൂട്ട് n into റൂട്ട് n എന്നാൽ റൂട്ട് n സ്ക്വയർ വരും. അപ്പോൾ റൂട്ട് n സ്ക്വയർ ആണ് n ആണ്. ഇപ്പോഴത്തെ 1/n താഴെ n ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ്സ് ഈക്വൽ ടു R equal to എന്ത്? സമ്മേഷൻ xi yi ബൈ റൂട്ട് ഓഫ് സമ്മേഷൻ xi സ്ക്വയർ into സമ്മേഷൻ yi സ്ക്വയർ. ഈ സ്മോൾ ലെറ്റർ xiയും സ്മോൾ ലെറ്റർ yi എന്താണ്? ക്യാപിറ്റൽ xi മൈനസ് എക്സ് ബാറും ക്യാപിറ്റൽ yi മൈനസ് y ബാർ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ covariance of xy എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? 1/n into summation I equal to 1 to n xi minus x bar into yi minus y bar ആണ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക? xi minus x ബാറും yi minus y bar നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. xi into yi bar yi bar. ഓക്കെ, x bar into yi, x bar into x bar ഇങ്ങനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ. അപ്പം നമുക്ക് എന്ത് വരും? 1/n into summation xi yi minus xi y bar minus x bar yi plus x bar y bar. ഇനി സിഗ്മ നൊട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാത്തിനും സമ്മേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. സമ്മേഷന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് അതായത് സമ്മേഷൻ xi yi by n minus y bar into summation xi y
സോറി എക്സ് ഐ ബൈ എൻ മൈനസ് എക്സ് ബാർ ഇൻറ്റു സമ്മേഷൻ വൈ ഐ ബൈ എൻ പ്ലസ് എൻ ഇൻറ്റു എക്സ് ബാർ വൈ ബാർ ബൈ എൻ വരും. ഓക്കെ, ഈ എക്സ് ബാർ വൈ ബാർ ബൈ എൻ ഇൻറ്റു വരാൻ കാരണം എന്താണ്? നമുക്കറിയാം എക്സ് ബാർ വൈ ബാർ ആണ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതിനെ സമ്മേഷൻ എൻ ടൈംസ് അതിനെ സമ്മ ചെയ്യാന്നാണ് എൻ ഇൻറ്റു എക്സ് ബാർ വൈ ബാർ വരും. ഈ എന്നും താഴെ വരുന്നുണ്ട്, അതാണ് എൻ എക്സ് ബാർ വൈ ബാർ ബൈ എൻ. സോ സമ്മേഷൻ എക്സ് ഐ വൈ ഐ ബൈ എൻ, സമ്മേഷൻ എക്സ് ഐ ബൈ എൻ ആണ് എന്താണ് നമ്മളുടെ വൈ ബാർ ആണ്, അതിന് വേരിയൻസ് സോറി അതിന്റെ മീൻ ആണ്. ഇവിടെ സമ്മേഷൻ വൈ ഐ ബൈ എൻ ആണ് വൈ ബാർ ആണ്. അപ്പം മൈനസ് എക്സ് ബാർ വൈ ബാർ മൈനസ് എക്സ് ബാർ വൈ ബാർ പ്ലസ് എക്സ് ബാർ വൈ ബാർ വരും. ഓക്കെ, ഇവിടെ എന്നു ക്യാൻസൽ വൈ എക്സ് ബാർ വൈ ബാർ വരും. ഇവിടെ എക്സ് വൈ ബാർ അല്ല എക്സ് ബാർ വൈ ബാർ ആണ്. ഓക്കെ, ഇത് ഒറ്റ ബാർ അല്ല, എക്സ് ബാർ ഇൻറ്റു വൈ ബാർ ആണ്. അപ്പൊ ഇവിടെ മൈനസ് എക്സ് ബാർ വൈ ബാർ ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് ബാർ വൈ ബാർ. അപ്പൊ മൈനസ് 2 എക്സ് ബാർ വൈ ബാറും ഇവിടെ പ്ലസ് എക്സ് ബാർ വൈ ബാറും ഉണ്ട്. അപ്പം -2 ഒരു എക്സ് ബാർ വൈ ബാർ പോയാൽ നമുക്ക് എന്തൊരു ഒരു എക്സ് ബാർ വൈ ബാർ വരും. ദാറ്റ് ഈസ് സമ്മേഷൻ എക്സ് ഐ വൈ ഐ ബൈ എൻ മൈനസ് എക്സ് ബാർ വൈ ബാർ. ദാറ്റ്സ് ഈക്വൽ എന്ത് വരും? സമ്മേഷൻ എക്സ് ഐ വൈ ഐ ബൈ എൻ. എക്സ് ബാർ വൈ ബാർ ആണ് എന്താണ്? സമ്മേഷൻ എക്സ് ഐ ബൈ എന്നും സമ്മേഷൻ വൈ ഐ ബൈ എന്നും. ഓക്കെ, നൗ കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ. കോവേരിയൻസ് ഓഫ് എക്സ് വൈ പകരം നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. therefore r ഈക്വൽ എന്ത് വരും? സമ്മേഷൻ എക്സ് ഐ വൈ ഐ ബൈ എൻ മൈനസ് സമ്മേഷൻ എക്സ് ഐ ബൈ എൻ ഇൻറ്റു സമ്മേഷൻ വൈ ഐ ബൈ എൻ ഡിവൈഡഡ് ബൈ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് സമ്മേഷൻ എക്സ് ഐ by n all square in I square root into square root of summation yi by yi square by n minus summation yi by n the whole square വരും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ തേർഡ് വൺ ബൈ മൾട്ടിപ്ലൈങ് ഈച്ച് ടേം ഓഫ് ദി എബവ് ഇക്വേഷൻ ബൈ എൻ സ്ക്വയർ ബി ഹൈ. ഈ തന്ന മുകളിലത്തെ ഈ ഇക്വേഷൻ നമ്മൾ എല്ലാ ടേംസിനും എൻ സ്ക്വയറോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ വൈ ഐ മൈനസ് സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു സമ്മേഷൻ വൈ ഐ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സമ്മേഷൻ വൈ ഐ സ്ക്വയർ മൈനസ് സമ്മേഷൻ വൈ ഐ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കോവേരിയൻസ് നമുക്ക് 3 രീതിക്ക് നമുക്ക് റെപ്രസെന്റ് ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്താണ്, അതുപോലെ തന്നെ കൊറിലേഷൻ കോഎഫിഷ്യന്റ് എന്താണ്. ആർ ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഓക്കെ, ഇത് നമുക്ക് തേർഡ് ഒരു മെത്തേഡ് കൂടി വരുന്നുണ്ട്, ഇത് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള റാങ്ക് മെത്തേഡ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.